ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈലൊരു ഞണ്ട് കറിയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇതേ മെത്തേഡിൽ ഇതുവരെ ഞണ്ട് കറി ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നിങ്ങളെ ഇഷ്ടപ്പെട്ട കറികളിൽ ഒന്ന് ഈ ഞണ്ട് കറി ഉണ്ടാകുമ്പോഴത്തെ അത്രയും ടേസ്റ്റാണ് ഈ കറിക്ക്. നമുക്ക് ഈസിയായിട്ട് ഉണ്ടാക്കാനും പറ്റും. ഞണ്ട് കിട്ടിയാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇപ്പോൾ ഈ കറി ഉണ്ടാക്കാനും വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് ഇത്തിരി വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഈ പൈസസ് ഇങ്ങനെ ചൂടാക്കി എടുക്കുന്ന സമയത്ത് ഏറ്റവും ലോ ഫ്ലെയിമിലായിരിക്കണം നമ്മളെ സ്റ്റവ് ഉണ്ടാകേണ്ടത്. അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോയാൽ കറിക്ക് മൊത്തം കയ്പ്പ് രുചിയായിരിക്കും. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് മൂപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഇതുപോലെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്ത് വെളിച്ചെണ്ണ ചൂടായി വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1 ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചിയും ഒരു 10 അല്ലി വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്തതാണ്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പച്ചക്കുത്ത് മാറിയതിന് ശേഷം ഒരു സവാളയും 2 പച്ചമുളകും ഇത്തിരി ഉപ്പ് ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അങ്ങനെ സവാള വഴന്ന് വന്നതിന് ശേഷം മീഡിയം സൈസ് 3 തക്കാളി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ തക്കാളി കുക്കാവാനും വേണ്ടിയിട്ട് ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ അടച്ച് വെച്ച് കുക്കാക്കി എടുക്കുന്നുണ്ട്. നമ്മൾ തേങ്ങ ഒന്നും ഇറക്കാണ്ട് ഈസിയായിട്ട് നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഞണ്ട് കറിയാണ്. അപ്പോൾ തക്കാളിയും നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ നേരത്തെ മൂപ്പിച്ച് വെച്ച പൈസസ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ പൈസസും വെജീസും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ കഴുകി മാറ്റി വെച്ച നമ്മൾ ഞണ്ടിട്ട് കൊടുക്കുക കേട്ടോ. വലിയ ഞണ്ടൊന്നുമല്ല, മീഡിയം സൈസുള്ള ഞണ്ടാണ്. 1 കിലോ ഞണ്ടാണ് ഞാൻ എടുത്തത്. അതിട്ടിട്ട് ഈ മസാല എല്ലായിടത്തും എത്തുന്ന വിധത്തിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഞണ്ടിലേക്ക് മസാല എത്തുന്ന വിധത്തിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് പുളിവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ മീൻ കറിക്ക് ചേർത്ത് കൊടുക്കുന്ന പോലെ പുളി ചേർത്ത് കൊടുക്കണ്ട, കുറച്ച് പുളി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. സാധാരണ മീൻ കറിക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചേർത്ത് കൊടുക്കുമല്ലോ, അതുപോലെ ചേർത്ത് കൊടുക്കണ്ട. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ജസ്റ്റ് കുറച്ച് പുളിവെള്ളം ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് ഇളക്കി ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് കുക്കാക്കി എടുക്കുക. 15 മിനിറ്റ് ആകുമ്പോഴൊക്കെ തന്നെ നമ്മൾ ഞണ്ടൊക്കെ നന്നായിട്ട് വെന്ത് വന്ന് ഗ്രേവിയൊക്കെ കുറുകി എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ടാകും. എന്നിട്ട് തുറന്നിട്ട് ഇളക്കി കൊടുത്ത് ഉപ്പെല്ലാം ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം ഒരു ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും ആവശ്യത്തിനുള്ള കറിവേപ്പില ഇട്ടിട്ട് നമ്മളെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണിയാനായിട്ട് മാറ്റി വെക്കുക കേട്ടോ. അങ്ങനെ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈല് ഞണ്ട് കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത് കേട്ടോ. ഞാൻ വെറുതെ പറയുന്നില്ല, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത്രയും ടേസ്റ്റാണ് കറിക്ക്. അപ്പം ഞാൻ ഇതിൻ്റെ കൂടെ ഗീ റൈസാണ് ഉണ്ടാക്കിയത് കഴിക്കാനായിട്ട്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ചപ്പാത്തിൻ്റെ കൂടെയും പൊറോട്ടൻ്റെ കൂടെയും എന്തിനു പറയും നമ്മളെ സാദാ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഞണ്ട് കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.